നമസ്കാരം. ഏകദേശം 1.5 വർഷം മുമ്പ് ടാറ്റ മോട്ടോഴ്സ് അവരുടെ ഏകദേശം പ്രൊഡക്ഷൻ റെഡി മോഡലായിട്ടുള്ള സിയറയെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സിയറ എന്ന് പറയുന്ന വാഹനത്തിൽ അവർ പ്രധാനമായിട്ടും പോയിൻ്റ് ഔട്ട് ചെയ്തൊരു കാര്യം, അതിൻ്റെ ICE വേർഷൻ വരുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ ഇലക്ട്രിക് വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. ICE വേർഷനാണ് ആദ്യം വന്നത്. അതിനുശേഷം ഏകദേശം ഒരു 7 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇലക്ട്രിക് വാഹനം സിയറ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കറിയാം, ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഫ്രണ്ട് ഫേഷ്യ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്രില്ല് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ടാറ്റ മോട്ടോഴ്സ് ഇതുവരെ നിർമ്മിച്ച വാഹനങ്ങളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കാർസ് എന്ന് തന്നെ ഇതിനെ പറയാം. ഇതൊരു സ്വീഡോ SUV വാഹനം തന്നെയാണ്. പക്ഷേ ഇലക്ട്രിക്കിലേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം പവർ ഉള്ള ഒരു വാഹനം തന്നെയാണ്. ഈ വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, കർവ് ഇലക്ട്രിക്കിനേക്കാളും കുറച്ചും കൂടെ പ്രൈസ് കൂടിയ ഒരു വാഹനമാണ് ടാറ്റയുടെ സിയറ. എന്നാൽ ഹാരിയറിനേക്കാളും കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് സിയറ. ഇപ്പോൾ കർവിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 16,99,000 മുതൽ 19,19,000 വരെയാണ്. എന്നാൽ സിയറ EV ഇതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 1,80,000 മുതൽ ടോപ്പ് എൻഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഒരു 6.5 ലക്ഷം 6,80,000 രൂപ ആ ഒരു റേഞ്ചിൽ വില കൂടുതലാണ് കർവിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. പക്ഷേ ഹാരിയറിൻ്റെ വില എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 21,49,000 മുതൽ 28,99,000 വരെയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ വാഹനം 2.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെ കുറവാണ് ഹാരിയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ കർവിനും ഹാരിയർ EVക്കും ഇടയ്ക്കാണ് സിയറ EVയെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 18,79,000 രൂപയാണ്. 63 kWh ബാറ്ററി പാക്കും 75 kWh ബാറ്ററി പാക്കുമാണ് നിലവിൽ ഓപ്ഷൻ ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. 2026 ജൂൺ 30 ടാറ്റ മോട്ടോഴ്സ് ഒഫീഷ്യലി സിയറ EVയുടെ പ്രൈസും സ്പെക്കും ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം. നമ്മൾ ആദ്യമേ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ 2 ബാറ്ററി പാക്ക് ഓപ്ഷനെ കുറിച്ച് സംസാരിക്കാം. റിയർ വീൽ ഡ്രൈവും ഉണ്ട്, ഓൾ വീൽ ഡ്രൈവും ഉണ്ട്. അപ്പം ടാറ്റ മോട്ടോഴ്സ് അതിനെ പറയുന്നത് ഓൾ വീൽ ഡ്രൈവിനെ ക്വാൾ വീൽ ഡ്രൈവ് എന്നാണ്. അപ്പോൾ QWD എന്ന് പറഞ്ഞാൽ ക്വാഡ് വീൽ ഡ്രൈവ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്യുർ പ്ലസ് അഡ്വഞ്ചർ എംപവേർഡ് A എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള മോഡൽ. പ്യുർ എന്ന് പറയുന്ന വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 63 kWh ബാറ്ററി പാക്കുള്ള റിയർ വീൽ ഡ്രൈവ് മോഡലുമായിട്ടാണ്. ഇപ്പോൾ പ്യുർ പ്ലസ് അഡ്വഞ്ചർ എംപവേർഡ് വരെയാണ് ഈ 63 kWh ബാറ്ററി പാക്കുള്ള റിയർ വീൽ ഡ്രൈവ് വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി 75 kWh ബാറ്ററി പാക്കുള്ള റിയർ വീൽ ഡ്രൈവ് മോഡലിനെ അതിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അഡ്വഞ്ചർ എന്ന് പറയുന്ന വേരിയൻറ്റിൽ നിന്നാണ്. അപ്പോൾ അഡ്വഞ്ചറിൻ്റെ വില എന്ന് പറയുന്നത് 22,19,000 ആണ്. അത് 75 kWh ബാറ്ററി പാക്ക് RWD മോഡലിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് അഡ്വഞ്ചറാണ്. അതിൻ്റെ ടോപ്പ് എൻഡ് ആയിട്ടുള്ള എംപവേർഡ് Aയിലേക്ക് വരുമ്പോഴത്തേക്കും 24,79,000 രൂപയാണ്. 63 kWh ബാറ്ററി പാക്കുള്ള RWD മോഡലിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യുർ ആണ് 18,79,000 ആണ്. പ്യുർ പ്ലസിലേക്ക് വരുമ്പോഴത്തേക്കും 19,99,000 ആണ്. അഡ്വഞ്ചറിലേക്ക് വരുമ്പോഴത്തേക്കും 20,99,000 ആണ്. എംപവേർഡ് ആണ് അവിടുത്തെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. അത് 22,79,000 ആണ്. ഇനി 75 kWh ബാറ്ററി പാക്കുള്ള AWD അല്ലെങ്കിൽ QWD എന്ന് പറയുന്ന നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്ന ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള വേരിയൻറ്റ് എംപവേർഡ് A ആണ്. അതിൻ്റെ വില എന്ന് പറയുന്നത് 26 ലക്ഷം രൂപയാണ്. അതായത് 25,90,000 ആണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതൊരു ഇൻട്രൊഡക്ടറി പ്രൈസ് എന്നുള്ള രീതിക്ക് മാത്രമാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുകയുള്ളൂ. ഈ ഒരു വാഹനം കോമ്പീറ്റ് ചെയ്യുന്നത് മഹീന്ദ്ര BE6, മാരുതി സുസുക്കിയുടെ വിറ്റാര, വിൻഫാസ്റ്റിൻ്റെ VF6 എന്ന് പറയുന്ന മോഡലുണ്ട്. പിന്നെ MGയുടെ ZS EV, പിന്നെ കർവ് EV ഒബ്വിയസ്ലി ഉണ്ട്. അത് മാത്രമല്ല ഹ്യുണ്ടായുടെ ക്രെറ്റ ഇലക്ട്രിക്കുമായിട്ടൊക്കെ ഈ ഒരു വാഹനം കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 15 മുതൽ ഈ ഒരു വാഹനത്തിൻ്റെ ഡെലിവറിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് കമ്പനി ഇപ്പോൾ അവകാശപ്പെടുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് Active.EV+ ആർക്കിടെക്ചറിലാണ് ഈ ഒരു വാഹനം വരുന്നത്. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് Active.EV+ എന്ന് പറയുന്ന ഓൾമോസ്റ്റ് ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം എന്ന് നമുക്ക് പറയാം. ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം എന്ന രീതിക്ക് വരുന്ന വാഹനം, അതിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ അണ്ടറിൽ വരുന്നത് അവിന്യ ആയിരിക്കും.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ 63 kWh ബാറ്ററി പാക്കും 75 kWh ബാറ്ററി പാക്കും. ഈ രണ്ട് വേരിയൻറ്റിനും RWD എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള വേരിയൻ്റ് ഉണ്ട്. അതിൻ്റെ മോട്ടറിൻ്റെ പീക്ക് ടോർക്ക് എന്ന് പറയുന്നത് 315 Nm ആണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ 63 kWh ബാറ്ററി പാക്കിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് 238 bhp ആണ്. എങ്കിൽ 75 kWh ബാറ്ററി പാക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പവർ 209 bhp മാത്രമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓൾ വീൽ ഡ്രൈവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 140 bhp പവറുള്ള ഒരു ഫ്രണ്ട് മോട്ടറും കൂടെ വരും. അപ്പോൾ കമ്പൈൻ ചെയ്തുകൊണ്ട് ടോട്ടൽ ടോർക്ക് വരുന്നത് 504 Nm ആണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിലൊരു പവർ നമ്മളൊന്ന് സ്പീഡിലൂടെ ഒന്ന് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ 0 നിന്നും 100 എത്താനായിട്ട് 5.7 to 5.8 സെക്കൻഡ്സ് മാത്രമാണ് ഈ ഒരു വാഹനം എടുക്കുന്നത്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതിനെ ഈ ഒരു വാഹനത്തിനെ പ്രസൻറ്റ് ചെയ്ത രീതി എന്ന് പറയുന്നത് ദുബായിലെ മരുഭൂമികളിലൂടെയൊക്കെ ഈ ഒരു വാഹനത്തെ ഓടിച്ച് അതിൻ്റെ കേപ്പബിലിറ്റിയൊക്കെ ടാറ്റ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഹാരിയറിൻ്റെ കേസ് നമുക്കറിയാം, നമ്മുടെ ആനപ്പാറയിലേക്ക് ഹാരിയർ ഓടിച്ച് കയറ്റിയ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഇത്തരം ഡിഫിക്കൽട്ടായിട്ടുള്ള ടെറൈൻസിനെയൊക്കെ ഓവർകം ചെയ്യത്തക്ക രീതിയിൽ ഈ ഒരു വാഹനം കേപ്പബിളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ദുബായിലെ മരുഭൂമികളിലൂടെയൊക്കെ ഈ ഒരു വാഹനം ഓടിച്ച് കാണിച്ചതും അത്തരത്തിലുള്ള ടീസേഴ്സൊക്കെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കമ്പനി കാണിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 6 ടെറൈൻ മോഡ്സ് ഈ ഒരു വാഹനത്തിലുണ്ട്. നോർമൽ, ഗ്രാസ് അല്ലെങ്കിൽ സ്നോ, മഡ് അല്ലെങ്കിൽ ഗ്രാവൽ. അത് മാത്രമല്ല റോക്കിൽ ഇങ്ങനെ ക്രൗൾ ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്കിതൊക്കെ കസ്റ്റം ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 540 ഡിഗ്രി ക്യാമറ. ഇത് നമ്മൾ ഹാരിയറിലൊക്കെ കണ്ട അല്ലെങ്കിൽ harrier.ev കണ്ടിട്ടുള്ള ആ ഒരു സെയിം ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. അണ്ടർ ഫ്ലോറിലെ വ്യൂ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 360 ഡിഗ്രി ക്യാമറ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഇനി റേഞ്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റിയൽ വീൽ ഡ്രൈവ്, അതായത് RWD വേർഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 75 kWh ബാറ്ററി പാക്ക് ഉള്ളതിന് 665 കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. 75 kWh ബാറ്ററി പാക്കുള്ള വേരിയൻറ്റ് ഓൾ വീൽ ഡ്രൈവ് ഉണ്ട്. കമ്പനി പറയുന്നത് QWD ആണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 624 കിലോമീറ്ററാണ്. എന്നാൽ 63 kWh ബാറ്ററി പാക്കുള്ള RWD എന്ന് പറയുന്ന വേരിയൻറ്റ്, അതിൽ RWD എന്ന് പറയുന്ന വേരിയൻറ്റ് മാത്രമാണ് 63 kWh ബാറ്ററി പാക്കിൽ വരുന്നുള്ളൂ. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 535 കിലോമീറ്ററാണ്. പിന്നെ ചാർജിങ് ഒക്കെ അത്യാവശ്യം ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. 120 kW DC ഫാസ്റ്റ് ചാർജർ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് മാക്സിമം ഒരു 265 അടുത്ത് കിലോമീറ്റർ പോകാനുള്ള ചാർജ് ബാറ്ററിയിലേക്ക് കയറാനുള്ള സാധ്യത ഉണ്ട്. അത്തരത്തിലാണ് കമ്പനി പറയുന്നത്. പിന്നെ 20 മുതൽ 80% വരെയൊക്കെ ചാർജ് ആവാൻ വേണ്ടിയിട്ട് 26 മിനിറ്റ് മാത്രം മതി എന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും ഈ 7.2 kWh AC ചാർജർ ശരിക്കും അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പണം കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഉള്ള പൈസ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന റേറ്റിൻ്റെ മുകളിൽ നിൽക്കും. അതായത് ഒരു 49,000 എക്സ്ട്രാ കൊടുക്കണം എന്നാണ് ഇപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഡിസൈൻ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ടയേഴ്സിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 ഇഞ്ചിൻ്റെ ഒരു ടയർ വേർഷനും വരുന്നുണ്ട്. അത് മാത്രമല്ല 19 ഇഞ്ചിൻ്റെ ഒരു വേർഷനും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 205 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. മാത്രമല്ല അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉള്ള ഒരു വാഹനം തന്നെയാണ് ടാറ്റ സിയറ EV എന്ന് പറയുന്നത്. 450 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. അവസാനത്തെ 2 സീറ്റുകൾ, അതായത് റിയർ സീറ്റ്സ് നമ്മൾ ഫോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1256 ലിറ്ററോളം ഈ ഒരു വാഹനത്തിന് ബൂട്ട് സ്പേസ് കൂട്ടാൻ കഴിയും എന്നാണ് ഇപ്പോൾ കമ്പനി അവകാശപ്പെടുന്നത്. കമ്പനിയുടെ ബ്രോഷറിലൊക്കെ പറഞ്ഞിട്ടുള്ളത് 622 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. അത് ടോപ്പ് വരെ, അതായത് റൂഫ് വരെ നമ്മൾ മെഷർ ചെയ്യുമ്പോഴാണ് അത്രയും ലിറ്റേഴ്സ് ബൂട്ട് സ്പേസ് കപ്പാസിറ്റി കിട്ടുക എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 10.25 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും 12.3 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും ഇതെല്ലാം, പിന്നെ അത് മാത്രമല്ല 12.3 ഇഞ്ചിൻ്റെ പാസഞ്ചർ ഡിസ്പ്ലേ എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. വിത്ത് ആംബിയൻ ലൈറ്റിംഗ് വന്നിട്ടുണ്ട്. 12 സ്പീക്കേഴ്സ് ഉണ്ട്. അത് JBLൻ്റെ. നമുക്കറിയാവുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ടും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം കമ്പനീസൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ലെവൽ 2 ADAS ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഓവർ ദ എയർ അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും. പിന്നെ വെഹിക്കിൾ ടു ലോഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലേക്കുണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ എല്ലാം ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സേഫ്റ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ഈ ഒരു വാഹനത്തിനില്ല. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് ഈ ഒരു വാഹനത്തിലുണ്ട്. തീർച്ചയായിട്ടും സേഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽ
ലൈഫിൽ അല്ലെങ്കിൽ റിയൽ വേൾഡ് കണ്ടീഷൻസിൽ ഈ ഒരു വാഹനം ഒരു ആക്സിഡൻറ്റിനെ എങ്ങനെ മീറ്റ് ചെയ്യും എന്നൊക്കെ കമ്പനി വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു ട്രക്കിൻ്റെ പുറകിൽ ഈ ഒരു വാഹനം വന്ന് ജസ്റ്റ് ഒന്ന് തട്ടുന്നു, അതിൻ്റെ പുറകിലേക്ക് മറ്റൊരു ട്രക്ക് വന്ന് ഇടിക്കുന്നു. അപ്പോൾ ആ ഒരു ഷെൽ സ്ട്രക്ചറിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുന്നില്ല. പാസഞ്ചേഴ്സ് സേഫാണ്. നമുക്കതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അത് ടാറ്റയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ടാറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സേഫ്റ്റിയാണ്. നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് മികച്ച സർവീസ് കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്നൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അതൊക്കെ മാറി വരും എന്നൊരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.